ഈ വെള്ളത്തിന് നടുക്കൂടെ ആൾക്കാർ നടക്കുന്നുണ്ടോ? ആദ്യം കണ്ടപ്പോൾ ഞാനും ഒന്ന് അത്ഭുതപ്പെട്ടു, എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി. അടുത്തോട്ട് വന്നപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഇതാണ് മോസസ് ലേക്ക്. സംഭവം ഒരു പാർക്കിലാണ്. നിങ്ങൾ വൈകുന്നേരമാണ് ചെല്ലുന്നതെങ്കിൽ ഈ സൺലൈറ്റിന്റെ ഈ വ്യൂവും ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന കിടിലൊരു സ്ഥലം. നടന്ന് അടുത്തെത്തിയപ്പോഴാണ് ആ കിടിലും കാഴ്ച കണ്ടത്. നല്ല അടിപൊളി ഒരു തടാകം, നടുക്കോടെ ഒരു കിടിലൻ പാത. ആ പാതയിലൂടെ നടക്കുന്നതാണ് ദൂരെ നിന്ന് നോക്കുമ്പോൾ തടാകത്തിലൂടെ ആൾക്കാർ നടന്നു പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് മോസസ് ലേക്ക് എന്നുള്ളത് ബൈബിളിലും വേറെ വാക്യങ്ങളാൽ ഖുറാനിലും ഇതുണ്ട്. ശത്രു സൈനികരിൽ നിന്നും മോശ ഇസ്രായേൽ ജനതയെ രക്ഷിച്ച് ചെങ്കടലിന് മുന്നിലെത്തി. അവിടുന്ന് പ്രാർത്ഥിച്ച് തന്റെ കയ്യിലുണ്ടായിരുന്ന വടി കടലിന് നേരെ നീട്ടുകയും കടല് രണ്ടായി പിളർന്ന് മതില് പോലെ വെള്ളം നിൽക്കുകയും അവിടെ ഒരു വഴി രൂപപ്പെടുകയും ചെയ്തു. ആ വഴിയിലൂടെ മോശ നയിച്ച ജനതയും അക്കരയിലെത്തി. തൊട്ടു പിന്നാലെ വന്ന ശത്രു സൈന്യവും രഥങ്ങളും കടലിന് നടുക്കെത്തിയപ്പം മോശ വടി നീട്ടുകയും കടൽ ഒന്നിക്കുകയും ചെയ്തു. ആ വെള്ളത്തിൽ ശത്രു സൈന്യം മുഴുവൻ മരണപ്പെടുകയാണ് ഉണ്ടായത്. അതിന്റെ ഒരു പ്രതിരൂപമായിട്ടാണ് ഈ കാണുന്ന ഒരു മോസസ് ലേക്ക് ഇവിടെ നിർമ്മിച്ചത്. പാർക്കിലേക്ക് മാത്രമല്ല, ഈ കാണുന്ന മോസസ് ലേക്കും ഇവിടെ ഫോട്ടോ എടുക്കാൻ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ലൊക്കേഷൻ വരുന്നത് ദുബായിലെ ഖുറാനിക് പാർക്കിലാണ്. വൈകുന്നേരങ്ങളിൽ ഫാമിലി ആയിട്ടൊന്ന് പുറത്തിറങ്ങാനും ഒരു 2-3 മണിക്കൂർ നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ പോയവരുണ്ടെങ്കിൽ കമന്റ്സിൽ ഒന്ന് പറഞ്ഞുതരാം.